ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എനിക്ക് രാവിലെ നല്ല പണിയിട്ട് കേട്ടോ. ഇന്നലെ നൈറ്റ് ഹസ്ബൻഡായിരുന്നു കിച്ചണിൽ. അത് കാരണം എനിക്ക് നല്ല പണിയാണ്. നല്ല ഫുള്ള് നിരത്തിയിട്ട് ഞാൻ നൈറ്റ് അങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ സമയം തെറ്റി വന്ന് എന്താ പറയുക, വില്ലൻ എനിക്ക് നല്ല പണിയും കൂടി തന്നു. ഒന്നും പറയേണ്ട, രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പുറത്ത് എനിക്ക് ചെടികളായിട്ട് കിന്നാരം പറിച്ചിട്ടുണ്ട്. രാവിലെ ഒരു ബ്ലാക്ക് ടീ ആയിട്ട് ബാക്കിലൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗാർഡനിൽ അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നപ്പോൾ ഇതേ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ നിറയെ മയിലുണ്ട്. ഇങ്ങനെ മയിലും കുട്ടിയും വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ തിരിച്ച് നേരെ റൂമിൽ വന്നപ്പോൾ റൂമിൽ അതിലും മുട്ടം പണിയാണ് ചേട്ടായി തന്നിട്ട് പോയേക്കുന്നുള്ള സോക്സ് എല്ലാം കൂടെ കവറിനും തട്ടി തറയിലിട്ടിട്ട് അതെല്ലാം അങ്ങനെ ഇട്ടിട്ട് പോയി. എന്നൊന്ന് കുളിക്കാമെന്ന് വെച്ച് കുളിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നേരെ കുളിച്ചു, ഫ്രഷായിട്ട് വന്നു. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്ര മുട്ടം പണി കിടന്നാലും ഞാൻ കുളിച്ച് ഇതായിട്ട് റെഡിയായിട്ട് നിന്നിട്ടേ ഞാൻ ജോലിയിലോട്ട് കിടക്കത്തുള്ളൂ. ഇനി എത്ര പണിയുണ്ട്, എന്ത് പണിയുണ്ടെന്ന് പറഞ്ഞാലും അതാണ് സ്വഭാവം. അപ്പോൾ ഇന്നലെ നൈറ്റാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എനിക്ക് നല്ല പണിയാണ് തന്നത്. ചേട്ടന് ഞാനെല്ലാ ചോറും കറിയും എല്ലാം നൈറ്റ് വെച്ചു. അപ്പോൾ ഉണ്ട് ഏട്ടൻ മട്ടനായിട്ട് വന്നിട്ട് പറഞ്ഞു കമ്പനിയിൽ കൊണ്ടുപോകണം, 2-3 പേർക്ക് ഫുഡ് ഉണ്ടാക്കണം, അപ്പോൾ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ ഇപ്പം തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോഴത്തേന് തന്നെ ഇന്നലെ ഈവനിങ് തൊട്ടേ ഞാൻ നല്ല ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ നല്ല മടിച്ചിട്ട് ഞാനാണെങ്കിൽ പാത്രമെല്ലാം അങ്ങനെ ഇട്ടിട്ട് ഞാൻ നൈറ്റ് കിടന്നുറങ്ങുമായിരുന്നു. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ മണി 9:30 10 മണിയോളമായി. അപ്പോൾ പിന്നെ ഫുഡെല്ലാം കൊണ്ട് കൊടുത്തു, തിരിച്ചു വന്നു. മണി 11 12 മണിയായി ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഇന്നലെ ഉറങ്ങിയപ്പോൾ. ഈ കിടക്കുന്നുണ്ട് ആരെങ്കിലും ഇരിക്കും. നല്ല എന്താ പറയുക, പാർട്ടിയോ ഗസ്റ്റ് ഒന്നുമില്ലായിരുന്നു, ഒരു പരിപാടിയില്ലാതെ ജസ്റ്റ് ഒരു മട്ടൻ കറി വെച്ചതിൻ്റെയാണ് ഈ കിടക്കുന്ന എൻ്റെ കിച്ചൺ ഈ പരുവം. പിന്നെ ഞാനൊരു ഫുള്ള് ക്ലീനിങ് ആയിരുന്നു, ഒന്നും പറയണ്ട. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനാണെങ്കിൽ ഒന്നും കൂടെ വന്നു, ഒരു കട്ടനും കൂടെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് മോൻ ഉണർന്നു വന്നു. പിന്നെ മോന് ചായ ഇട്ട് കൊടുക്കാനുള്ള അതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് മോന് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, എല്ലാം ഇരിപ്പുണ്ട്. ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ ഫുഡെല്ലാം അതുപോലെ ഇരിക്കുകയാണ്. ഇഡ്ഡലി മാത്രം കഴിച്ചു, സാമ്പാറും ചമ്മന്തിയും എന്ന് പറഞ്ഞാൽ ഐറ്റംസും ഇതിൽ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ മട്ടൻ കറി എല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇന്ന് നല്ല സുഖമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി ചോറ് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പം റെസ്റ്റ് എടുക്കാൻ ഇത്രയും പാത്രം എല്ലാം കഴുകിയാൽ എനിക്ക് ശരിക്കും റെസ്റ്റ് എടുക്കാൻ നല്ല സമയം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ നല്ല മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ എന്നോട് പറഞ്ഞ് ക്ലീൻ ചെയ്ത് തരാമെന്നോ, പിന്നെ കഷ്ടമില്ലെന്ന് വെച്ചാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ മോൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. മോനൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്നൊരു സ്വഭാവം ആളിനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തൂക്കാനും വരാനൊക്കെ ആളും കൂടി വൃത്തിയാക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒറ്റ കിടത്തേയും കിടക്കാനായിട്ട്